എടാ ആനന്ദേ, ഇതെന്ത് കിടപ്പടാ നീ? മണി എത്രയെന്നറിയോ? ഇതുവരെ ഫ്രഷ് ആയില്ലേ? നമ്മൾ ചില പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിരുന്നു. ഇന്നലെ കല്യാണി എന്നെ കാണാൻ വന്നു. എനിക്ക് അവൾ എപ്പോഴും തരാറുള്ള ചെമ്പരത്തി പൂവും കയ്യിലുണ്ടായിരുന്നു. ഇത് എന്തൊക്കെയാണ് നീ പറയുന്നേ? കല്യാണി ഇവിടെ വരാനോ? എന്നിട്ട് അവൾ എവിടെ? നീ സ്വപ്നം കണ്ടാണല്ലേ? എടാ, സ്വപ്നമൊന്നുമല്ല, സത്യം. അവള് വന്നിരുന്നു, കയ്യിൽ ചെമ്പരത്തി പൂവും ഉണ്ടായിരുന്നു. ഞാൻ എണീറ്റപ്പോ പൊക്കളഞ്ഞു. നീ വെറുതെ സ്വപ്നം കണ്ടു കിടന്ന് പിച്ചും പേയും പറയല്ലേ. നമ്മള് കല്യാണി അന്വേഷിച്ച് പോയപ്പോ എന്താ നടന്നെന്ന് നീ ഓർക്കണം. നിന്നെ കണ്ടിട്ട് അനിയൻകുട്ടനെ വിളിച്ചോണ്ട് കല്യാണി ഓടിപ്പോവായിരുന്നു. നീ വിളിച്ചിട്ട് അവള് നിന്നോ? ഇല്ലല്ലോ. അങ്ങനെയുള്ളവരെങ്ങനെയാ ഇവിടെ വരുന്നത്? അതും എത്രയോ കിലോമീറ്റർ ദൂരത്തുനിന്ന്. മാത്രമല്ല, നീ വിളിച്ച ഫോൺ കോൾ പോലും ദാസേട്ടൻ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ? അങ്ങനെയുള്ളപ്പോ കല്യാണി ഇവിടെ വന്നു എന്നൊക്കെ പറഞ്ഞ എന്താ ആനന്ദ ഇത്? നിനക്ക് വട്ടായോ? അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുക. എടാ, നിന്റെ മനസ്സ് നിറയെ അവളാണെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അതാ നിനക്ക് യാഥാർത്ഥ്യ സ്വപ്നം തമ്മിൽ ഇപ്പൊ തിരിച്ചറിയാൻ കഴിയാത്തത്. കല്യാണി നിന്റെ മുന്നിലുണ്ടായിരുന്നപ്പോ ഈ പ്രണയം അടുപ്പവും നീ തിരിച്ചറിഞ്ഞില്ല. അവൾ ഒരിക്കലും തിരികെ വരാത്ത രീതിയിൽ അകന്നപ്പോ പ്രണയനഷ്ടവും വിരഹവും എല്ലാം കൂടി നിന്നെ കൊല്ലാക്കൊല ചെയ്യുക. ഇനിയെങ്കിലും നീ ഒരു സത്യം മനസ്സിലാക്കിയേ പറ്റൂ. ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് കല്യാണി മടങ്ങി വരില്ല. നീ കല്യാണി എന്നേക്കുമായി മറന്നില്ലെങ്കിൽ ഈ നില വഷളാവുകയുള്ളൂ. നോ, ഇല്ല ശബരി. എനിക്കെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഇഷ്ടം. ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നുണ്ട് അവളെ കണ്ടെത്തി തിരികെ കൊണ്ടുവരാനാവുമെന്ന്. എന്റെ വിശ്വാസം എന്നെ ചതിച്ചിട്ടില്ല. അധികം വൈകാതെ കല്യാണി തൃച്ചംബരത്തുണ്ടാവും. ഇവിടെ എന്റെ തൊട്ടടുത്ത് തന്നെ. മോളെ, നീ ബഷീർക്കാക്ക് നല്ലൊരു ചായ എടുക്ക, ഒരു വിത്തൗട്ട്. ഇപ്പൊ എടുക്കാം. അല്ല മോളെ, മോളെ, നീ ബഷീർക്കാക്ക് നല്ലൊരു ചായ എടുക്ക, ഒരു വിത്തൗട്ട്. ഇപ്പൊ എടുക്കാം. അല്ല മോളെ, അനിയൻകുട്ടനോടെ പോയി? ഇവിടെയൊന്നും ഒരു ബഹളവും ഇല്ലല്ലോ. അവന് ഞാൻ ബാർ സോപ്പ് വാങ്ങിക്കാൻ കടയിൽ വിട്ടിരിക്കുക. കുറച്ച് തുണി നനയ്ക്കാനുണ്ടായിരുന്നു. മോളെ, അതൊക്കെ പിന്നെ മതി. ഇപ്പൊ ചെയ്യേണ്ടത് കുറച്ച് ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കി കുളിച്ച് നല്ല സാരിയൊക്കെ കൊടുത്ത് റെഡിയായി നിൽക്കുക. അതെന്ത് പറ്റിയച്ചാ? എവിടേക്കെങ്കിലും യാത്രയുണ്ടോ? അല്ല, അതിനെന്തിനാ ചായയും പലഹാരമൊക്കെ? ഇതൊരു തരം യാത്രയൊക്കെ തന്നെയാ അല്ലേക്കാ? മോളെ, ഇന്ന് വൈകുന്നേരം നിന്നെ പെണ്ണ് കാണാൻ ഒരു ചെറുക്കനും കൂട്ടരും വരുന്നുണ്ട്. ചെക്കൻ ദുബായിലാ, നല്ല ബന്ധ. ഒരു മിനിറ്റ്. എന്ത് പറ്റി നിനക്ക്? ഞാൻ പറയുന്ന ആളെ കല്യാണം കഴിച്ചോളാന്ന്
നീ എനിക്ക് വാക്ക് തന്ന് ഇത്ര പെട്ടെന്ന് അങ്ങ് മറന്നോ? മറന്നിട്ടൊന്നും അല്ല അച്ഛാ. ഇപ്പോ ഈ അവസ്ഥയിൽ പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറയുമ്പോ എന്തവസ്ഥ? നമ്മുടെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താന്ന് നീ മറക്കരുത്. നിന്റെ രീതികൾ ശരിയായിരുന്നെങ്കിൽ നമുക്ക് ഇന്നിങ്ങനെ അവസ്ഥ വരില്ലായിരുന്നു. നോക്ക്, എന്ത് ആഗ്രഹിക്കുന്നതും തെറ്റല്ല. പക്ഷേ നിലമറന്ന് ആഗ്രഹിച്ചാൽ നിന്നിടം കുഴിഞ്ഞു പോകും. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ. അച്ഛാ, ഞാൻ കല്യാണം വേണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. കുറച്ചുനാള് കഴിഞ്ഞിട്ട് പോരെന്നാ. പറ്റില്ല. ഇത്രയും നാൾ നീ കല്യാണം വേണ്ട വേണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. സാധാരണ പെൺകുട്ടികൾ പറയുന്ന പോലെയാണെന്ന് കരുതി. പക്ഷേ ഇന്ന് ആ കാരണം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. ദേ, ഞാൻ പറയുന്ന പോലെ നീ കേട്ടില്ലെങ്കിൽ പിന്നെ നീ എന്നെ ജീവനോടെ കാണില്ല എന്ന് മാത്രമല്ല, എന്റെ ശവം പോലും നീ കാണില്ല. ചിലതൊക്കെ തീരുമാനിച്ചിട്ട് എൻ്റെ ഈ നിൽപ്പ്. അതെ, അച്ഛൻ. മനസ്സിൽ സ്വന്തം മകളെക്കുറിച്ച് ആദ്യമുള്ള ഒരച്ഛൻ. അതുകൊണ്ട് ആദ്യത്തേത് വേണോ രണ്ടാമത്തേത് വേണോ എന്ന് നീ തന്നെ തീരുമാനിക്കുക. ഒന്നുകിൽ നിന്റെ കല്യാണം, അല്ലെങ്കിൽ എന്റെ മരണം. ഈ അച്ഛന് ഏതായാലും സമ്മത. ഇനി നീ തീരുമാനിച്ചാൽ മതി. ഇവിടുത്തെ തൊട്ടി തുരുമ്പെടുത്ത് പോയില്ലേ? ഈ ബക്കറ്റൊന്നും ശരിയാവില്ല. ഞാനൊരു തൊട്ടി നാളെ കൊണ്ടുവരാം. എന്ത് പറ്റി നമ്മുടെ കല്യാണിക്ക്? കൊച്ചുകുട്ടിയല്ലേ, പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു ചാഞ്ചാട്ടം. എല്ലാം പറഞ്ഞ് ശരിയാക്കി. അവള് ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ദാസെ അറിയാമല്ലോ, പയ്യന് കുറച്ച് നാളെ ലീവ് ഉള്ളൂ. അതുകൊണ്ട് രണ്ടാൾക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടാൽ ഇന്ന് തന്നെ ഉറപ്പിച്ചിട്ട് പോകുന്ന പയ്യന്റെ പറച്ചില്. ദാസിന് വിരോധമൊന്നുമില്ലല്ലോ? എന്ത് വിരോധം? ഇന്നെങ്കിൽ ഇന്ന്, നാളെയെങ്കിൽ നാളെ. എത്രയും പെട്ടെന്ന് അവളങ്ങ് ചെക്കൻ്റെ കൂടെ അബുദാബിക്ക് പോകണമെന്ന് എൻ്റെ പ്രാർത്ഥന. എല്ലാം ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ. ഹലോ, ആ പോവാൻ ഇറങ്ങുവാണോ? ശരി ശരി, ഞാനിപ്പോ വന്നേക്കാം. ദാ എത്തിയെന്ന്. ദാസേ, മൂത്തവളുടെ നാത്തും വന്നിട്ടുണ്ട്. അവരങ്ങ് ദുബായിലാ, പോകാൻ ഇറങ്ങിയെന്ന്. ഞാനങ്ങോട്ട് പോയില്ലെങ്കിൽ ആകെ പുകിലാവും. ഓളോട് ചായ വേണ്ടെന്ന് പറഞ്ഞേക്ക്. പയ്യൻ വരുമ്പോ ഞാനങ്ങ് എത്തിയേക്കാം. പോട്ടെ. അതെ അതെ, ആ ഏരിയ തന്നെ ഞാൻ കല്യാണിയെ കണ്ടത്. ദാസേട്ടൻ വീട് വാടകയ്ക്കെടുത്ത് ആ പരിസരത്ത് എവിടെയോ താമസിക്കുന്നുണ്ടെന്നാ സംശയം. ദാസേട്ടനെ കുറിച്ചോ കല്യാണിയെ കുറിച്ചോ എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം. പിന്നെ നീ ഒറ്റയ്ക്കല്ല, നിന്റെ പാർട്ടിക്കാർ വഴി കൂടി ഒന്ന് നോക്കണം. ചിലപ്പോ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന് വരും. അത് സാരമില്ല, നീ ഉപേക്ഷ വിചാരിക്കാതിരുന്നാ മതി. ഞാനും വരുന്നുണ്ട് അങ്ങോട്ടേക്ക്. അപ്പൊ നേരിട്ട് കാണാം. കണ്ണ് വല്ലാതെ തുടിക്കുന്നുണ്ടല്ലോ. ഇനി കല്യാണിക്ക് എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടാവോ? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ. വല്യുഞ്ഞ് കിട്ടിയ താലി അമ്മേ,
ഈ കഴുത്തി കിടക്കണേ. വലിയ മാത്രോ ഈ മനസ്സ് നിറയെ. അങ്ങനെയുള്ളപ്പോ എനിക്ക് എങ്ങനെ അമ്മ മറ്റൊരാളുടെ പെണ്ണാവാൻ പറ്റണേ? അമ്മ പറ. എനിക്കറിയാം, വലിയ കയ്യെത്താവുന്നതിന് മുകളിലാ. തൃച്ചംബരം എന്ന സ്വർഗത്തിൽ നരകക്കുഴി കിടക്കുന്ന എനിക്ക് ഒരിക്കലും എത്തിച്ചേരാൻ പറ്റില്ല. എന്നാലും മോഹിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഒരിക്കലും സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിലും എഴുതി തെറ്റിപ്പോയൊരു കടലാസ് കീറിക്കളയാതെ സൂക്ഷിച്ചു വെക്കുന്നൊരു സന്തോഷം. സത്യം പറഞ്ഞ വല്യൂഞ്ഞിനെ കല്യാണം കഴിച്ച് അഖില മേഡത്തിന്റെ മരുമകളാകണമെന്നൊന്നും ഞാൻ മോഹിച്ചിട്ടില്ലമ്മേ. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ വല്യൂഞ്ഞെന്റെ മനസ്സിലേക്ക് കയറിപ്പോയി. എത്ര വിചാരിച്ചിട്ടും ഉള്ളിന്നത് പോകുന്നില്ല. പക്ഷേ ഇതൊന്നും അച്ഛനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനിപ്പോ ഈ പെണ്ണ് കാണലിന് തയ്യാറായില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നാ പറയണേ. എന്നെ മനസ്സിലാക്കാൻ അച്ഛനായില്ലെങ്കിലും ഞാൻ കാരണം അച്ഛൻ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഒറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ, കാണാൻ വരുന്ന ചെക്കന് എന്നെ ഇഷ്ടപ്പെടരുത്. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ഈ ആലോചന മുന്നോട്ട് പോയാൽ ഇന്ന് രാത്രി തന്നെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരും. അതെ അമ്മേ, ആത്മഹത്യ ചെയ്യും ഞാൻ. അതല്ലാതെ എന്റെ മുന്നിൽ വേറൊരു വഴിയില്ല. അമ്മ എന്നെ ശപിക്കരുത് ഒരിക്കലും. ഒരു മിനിറ്റ്. എന്താ? ഈ ഫോട്ടോ കാണുന്ന പെൺകുട്ടി അറിയാമോ? ഇല്ല ഏട്ടാ, അറിയില്ല. വേറെ ആരോടെങ്കിലും ചോദിച്ചു. ചേട്ടാ, ഈ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, അറിയില്ല. എക്സ്ക്യൂസ് മീ, ഈ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇല്ലേ? ഇല്ല. ചേട്ടാ, ഈ ഫോട്ടോ കാണുന്ന പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ ദാസന്റെ മോളല്ലേ? അതെ, കല്യാണി. ഇവരെവിടെ താമസിക്കുന്നേ? ആ, മനസ്സിലായി മനസ്സിലായി. സാറ് പെണ്ണ് കാണാൻ വന്നതല്ലേ? ദാസേട്ടൻ പറഞ്ഞിരുന്നു മോളെ കാണാൻ ഇന്നൊരു പയ്യൻ വരുമെന്ന്. ദാസേട്ടൻ ഇവിടുന്ന് പാല് മാച്ച് പോയിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. അങ്ങോട്ട് പോകാനുള്ള വഴി? ആ വഴി നേരെ പോയിട്ട് വലത്തോട്ട് തിരിയണം. അപ്പൊ അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അതിന്റെ ഇടതുവശത്ത് കിടക്കുന്ന റോഡിലൂടെ ഒരു 100 മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ ഒരു ട്രാൻസ്ഫോമർ കാണാം. അതിന്റെ അടുത്തിരിക്കുന്ന വീടാ. സംശയം വല്ലതും ഉണ്ടെങ്കിൽ ഷൺമുഖന്റെ പഴയ വീട് തിരക്കിയാൽ മതി, ആരും പറഞ്ഞു തരും. അയാൾ ഇവിടുത്തെ ഒരു പഴയ ചട്ടമ്പ്യാ. ശരി ഏട്ടാ, താങ്ക്സ്. ഓ,
എന്തു പറ്റിയടാ? നീ എന്തിനാ കരയണേ? അതെനിക്ക് ചേച്ചിയെ പോലെ സങ്കടത്തിലും ചിരിച്ചു കാണിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടാ. അതെനിക്കിഷ്ടപ്പെട്ടു. ചെറുതാണെങ്കിലും നിനക്കിപ്പോ വലിയവരുടെ സംസാരാ. ഇവിടെ നിന്നിങ്ങനെ കരയാതെ നീ പോയി ആ പലഹാരങ്ങളൊക്കെ എടുത്ത് പാത്രത്തിൽ വെക്കും. ചെല്ല്. എനിക്ക് വയ്യ ഒന്നിനും. അച്ഛന് വേണ്ടി സ്വന്തം ജീവിതം എന്തിനാ ചേച്ചി ഇല്ലാതാക്കി കളയുന്നേ? ഈ കല്യാണത്തിന് ചേച്ചി സമ്മതിക്കുവോ? അറിഞ്ഞൂടാ. പണ്ട് കുട്ടിക്കാലത്ത് മരച്ചിനി തണ്ട് വെച്ച് മാലയുണ്ടാക്കി കല്യാണം നടത്തി കളിക്കുമായിരുന്നു. ഓരോ ദിവസത്തെ കളിയിലും ഓരോ ചെക്കന്മാർ ഭർത്താവാകും. ചേച്ചിയുടെ മനസ്സിലും ഇപ്പൊ അതുപോലെ എന്തോ ഒരു കളിയാ നടക്കണേ. കുട്ടിക്കാലത്ത് അതിനൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതൊരു സങ്കടക്കളിയാണെന്നേ ഉള്ളൂ. ബഷീർക്ക, ഇവിടെ ഈ സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. അവർക്ക് കുഴപ്പമൊന്നും കാണില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? ഇത് വാടക വീടാണെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? ദാസ് പോയി കല്യാണി റെഡിയായി നോക്കിട്ടോ. ശരി. നന്നായിട്ടുണ്ട്. ഇപ്പം മോളെ കണ്ട ഏത് ചക്കനും ഇഷ്ടപ്പെടും. അച്ഛന് വേണ്ടി എൻ്റെ മോള് ചെയ്യുന്ന ത്യാഗമാണിതെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. നിന്റെ മനസ്സിൻ്റെ പടച്ചിൽ അച്ഛന് കേൾക്കാം. പക്ഷെ എന്തു ചെയ്യാം? ആർക്കാരെയാ വിധിച്ചിരിക്കുന്നതെന്നൊക്കെ മുകളിലിരിക്കുന്നവനെ അറിയാൻ കഴിയും. നിന്റെ കാര്യത്തിൽ ചിലപ്പോൾ ഇതായിരിക്കും ശരി. അച്ഛൻ്റെ മുമ്പിൽ വേറൊരു വഴിയില്ലാഞ്ഞിട്ടാ. നിന്റെ മനസ്സിൻ്റെ പടച്ചിൽ അച്ഛന് കേൾക്കാം. പക്ഷെ എന്തു ചെയ്യാം? ആർക്കാരെയാ വിധിച്ചിരിക്കുന്നതെന്നൊക്കെ മുകളിലിരിക്കുന്നവനെ അറിയാൻ കഴിയും. നിന്റെ കാര്യത്തിൽ ചിലപ്പോൾ ഇതായിരിക്കും ശരി. അച്ഛൻ്റെ മുമ്പിൽ വേറൊരു വഴിയില്ലാഞ്ഞിട്ടാ. ആ, ചെക്കനും അമ്മയും വരാൻ സമയമായി. പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങാൻ നോക്ക്. ആ, വരണം വരണം, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ആ, ഇതാണ് മോൻ. ഇത് നാരായണൻകുട്ടി, അനന്തരവനാ. എല്ലാരും വന്നാട്ടെ, അകത്തോട്ട് കയറാം. വരൂ. ഇരിക്കൂ. എന്നാ പിന്നെ താമസിക്കണ്ട, കാര്യങ്ങൾ തുടങ്ങാം. കുട്ടിയെ വിളിക്ക്. കല്യാണി,